ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് റമദാൻ 12-ത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതേ മോൻ്റെ പിറന്നാളാണ് നാളെ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൃശ്ശൂർക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബാങ്കുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല. ഞാൻ പാത്തൂസിന് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, കാരണം കൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇതേ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കത് വലിയ ഇഷ്ടമായില്ല. അങ്ങനെ കുറച്ചൊക്കെ അവിടെ നിന്ന് നോക്കി പിന്നെ നേരെ ഞങ്ങളത് അടുത്ത ഷോപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ തന്നെ ഇറങ്ങി കേട്ടോ. നോക്കിയപ്പോൾ ഒന്നും ആൾക്ക് വലിയ തൃപ്തിയായില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇത് നമ്മൾ സാധാരണ എടുക്കാറുള്ള വിവോ, ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഡെയിലി ഡ്രസ്സ് എടുക്കുന്നത്, മോനെടുക്കാറ്. അപ്പോൾ അവിടെ നിന്ന് നോക്കി ഇതാണ് അവന് ഇഷ്ടപ്പെട്ട ടീഷർട്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുൾ സ്ലീവ് അല്ല, ഹാഫ് സ്ലീവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ദേ ഈ ഒരു ജീൻസും, ഇതിനെന്തോ ഒരു പേര് പറഞ്ഞു, എന്താ പേരെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ, ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അത് രണ്ടും എടുത്തു. പിന്നെ അവന് ബൂട്ട് മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ ബൂട്ട് മേടിച്ചു. അതിൻ്റെ ശേഷത്തെ കേക്ക് മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്, അവന് ഇഷ്ടമായത് ഈ പച്ച പിസ്ത ഫ്ലേവറുള്ള ഈ കേക്ക് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് ഒരു ഇരുത്തിൻ്റെ ആ ഒരു കേക്കും കൂടി മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള കുറച്ച് വിശേഷങ്ങളല്ല, വിഭവങ്ങളൊക്കെ ഇനി ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. ഞങ്ങളിതിപ്പോൾ പോയത് കാലത്ത് ഒരു 11:30 ആയപ്പോഴാണ് പോയത്. വന്നത് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും. പിന്നെ എന്താ പറയുക, ഒന്നിനും പറ്റണ്ടായിരുന്നില്ല. എനിക്ക് തട്ടിമുട്ടി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഇതേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വരുന്ന ടൈമിൽ ഞാൻ അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കസ്റ്റേർഡ് പൗഡറില്ലേ, കസ്റ്റേർഡ്, അതും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം മേടിക്കണത്, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇതേ ഒരു പാക്കറ്റ് പാലിൽ നിന്ന് ഞാനൊരു 3/4 ഭാഗം പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാല് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഈ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ അധികം ഇനി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്ത് ഇനി കട്ടിയാവോ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ വെറും 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രൂട്ട്സ് പറയാനായിട്ട് ഞാൻ എടുത്തത് ആപ്പിളുണ്ട്, മുന്തിരി ഉണ്ട്, പിന്നെ എന്തായിരുന്നു അവിടെ പേരക്ക ഉണ്ട്, പിന്നെ പപ്പക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തത്. പഴം ഉണ്ട് കേട്ടോ, നേന്ത്രപ്പഴമായിരുന്നു കേട്ടോ. അവിടെ റോബസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നേന്ത്രപ്പഴം നല്ല പഴുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ അതൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കസ്റ്റേർഡ് പൗഡർ ഞാൻ കുറച്ച് തിളപ്പിക്കാത്ത പാലാട്ടോ, ആ പാലിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല തിളച്ച് വന്നപ്പോൾ ഒന്ന് സിമ്മിലാക്കി കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. കഴിച്ചിട്ടുണ്ടോ ഈ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നതും ഈ സംഭവം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ. അങ്ങനെ ഇതേ കസ്റ്റേർഡ് പൗഡർ ഞാൻ മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൈയെടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നത്. അതുപോലെ തന്നെ പൊടി അധികം ചേർത്ത് കൊടുക്കാനും പാടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് തീ ഒന്ന് ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയ്ക്ക് മാത്രം ആയാൽ മതി. പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോകും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ വെക്കരുത് കേട്ടോ. ഈ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ആ ചൂട് കൊണ്ട് വീണ്ടും കട്ടയായി പോകും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതേ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയാണ് ഇത് എന്നുള്ളത്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഐറ്റം തന്നെയാണോ എന്നുള്ളത് കേട്ടോ. ഞാൻ അങ്ങനെ ഇതേ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ തന്നെ ആണോ തയ്യാറാക്കുന്നതെന്നും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അറിയുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഇത് ട്രൈ ചെയ്തെന്ന് മാത്രം. അങ്ങനെ നല്ല പോലെ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള സാധനമാണ്. കഴിക്കാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, നമ്മളിനി കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഇതേ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്, ചൂടാറിയതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളതെല്ലാം ഉണ്ടാക്കി എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം കേട്ടോ. ഈ നോമ്പ് തുറക്കുന്ന ആ ടൈമിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്തൂസിന് സുഡാപ്പിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞു നല്ല ക്രീമി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാമല്ലോ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗ്ലാസ്സിലും കൂടി എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഞാനിതേ കുറച്ച് മീൻ അയിലയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അയിലൊന്ന് കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും സബോളയും ഇഞ്ചിയും ചെറിയൊരു പീസ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നാളികേരത്തിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അരപ്പൊന്ന് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പുളിയൊക്കെ ഞാൻ അവിടെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ആ പുളി വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മീൻകറിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ മുൻപൊക്കെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അയില മീനൊക്കെ ഞാൻ നേരത്തെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് അയിലാണ് കേട്ടോ കിട്ടിയത്, എന്നാലും വലിയ കുഴപ്പമില്ല. ഞാനത് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേവിടെ കറിയൊക്കെ ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ബാങ്ക് കൊടുക്കുന്ന നേരമായി കഴിഞ്ഞാൽ നമുക്ക് മുറ്റടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഇവിടെ വെച്ചിട്ട് വേഗം പോയിട്ടൊന്ന് മുറ്റടിച്ചിട്ട് വരാനുണ്ട് കേട്ടോ. പിന്നെ ഞാനിതേ അയില ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ അറിയായിരിക്കും. നല്ല ചെറുതുമല്ല നല്ല വലുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള അയിലയായിരുന്നു കേട്ടോ. അതിൻ്റെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അയിലൊന്നും കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും കുത്തി ഉടയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. അയില തിളച്ച് അതുപോലെ തന്നെ ചാറ് തിളച്ചതിന് ശേഷം മാത്രം അയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് ഞാനിത് എവിടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചു, കറിവേപ്പിലയും, അതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിന്ന് പുറത്തേക്ക് പോയി വെയിലൊക്കെ കൊണ്ടായിരുന്നു, ആകെ തലവേദനയുണ്ട്, ഭയങ്കര ക്ഷീണം, കുഴഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കുഴഞ്ഞിട്ടിട്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ചപ്പാത്തി മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു അടിപൊളി സർവത്ത് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എന്താ പറയുക, മുന്തിരി സർവത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 അല്ലി മാത്രം മതി കേട്ടോ മുന്തിരിങ്ങ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്തിരി ജ്യൂസായി പോകും കേട്ടോ. ഇത് മുന്തിരി ലൈമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് എത്രയ്ക്കാണോ വേണ്ടത് ജ്യൂസ് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മൾ അതിനനുസരിച്ച് തന്നെ ആദ്യം ചേർത്ത് കൊടുക്കണേ. അങ്ങനെ ഇതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നമ്മുടെ ജ്യൂസ് ലൈം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചും കൂടി എടുക്കാം. ഈ ലൈം ഞാൻ എന്തായാലും മുമ്പ് പരീക്ഷിച്ച ലൈമാണ് കേട്ടോ. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാക്കി നോക്കാം. നല്ല കളർഫുള്ളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നോമ്പ് തുറക്കാറായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് സേവ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട, നല്ല കളർഫുള്ളായിട്ടുള്ള ലൈമാണ് കേട്ടോ. അങ്ങനെ അതും കൂടി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് കപ്പിലേക്ക് തന്നെ പകർത്തി അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഇത് ചപ്പാത്തിയൊക്കെ മോനാണ് കേട്ടോ ഉണ്ടാക്കി തന്നത്. അവൻ എന്നെ ചുട്ടു തന്ന്, എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് കേട്ടോ. ചപ്പാത്തി പാക്കറ്റ് ഞാൻ മേടിച്ചതാണ് കേട്ടോ. വയ്യാത്ത കാരണം കൊണ്ട് ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവൻ കടയിൽ പോയി ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളം കൂടി പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ പാത്രങ്ങളിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വയ്ക്കണം. പിന്നെ ഇന്ന് ഉമ്മയുടെ വാപ്പാടെ കൊല്ലത്തിലായിരുന്നു കേട്ടോ, ഇക്കാടെ ഉമ്മയുടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പഴംപൊരി ഉണ്ട്, കായ ബജ്ജി ഉണ്ട്, പിന്നെ ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ ഇതേ കുഞ്ഞി പൊറോട്ട ഉണ്ട്, കിണ്ണത്തപ്പം ഉണ്ട്,
അതുപോലെ തന്നെ തരി കാച്ചിയതും ജീരകഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ. ജീരകഞ്ഞിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ. അവർക്കൊന്നും അങ്ങനെ ജീരകഞ്ഞിയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ സമൂസയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തരി കാച്ചിയതും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും നോമ്പുതുറ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.